മണി ലോണ്ടറിങ്, മണി കറപ്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് അനധികൃതമായ സ്വത്ത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ED ചോദ്യം ചെയ്യുള്ളൂ. ജയറാം അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോഴും അജ്ഞാതമായി നിൽക്കുന്നത് തൊണ്ടി മുതൽ എവിടെ എന്നുള്ളതാണ്. പ്രധാന കള്ളന്മാരെ പിടിച്ചിട്ടും തൊണ്ടി മുതൽ കിട്ടുന്നില്ല. ഇപ്പോൾ ജയറാമിനെ പോലെയുള്ള ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ആളിന് ED നോട്ടീസ് കൊടുക്കണമെങ്കിൽ സംതിങ് റോങ് സംവെയർ, എവിടെയോ എന്തോ ഒരു ശകലം കുഴപ്പമുണ്ട്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നടൻ ജയറാം EDയുടെ റഡാറിൽ പെട്ടിരിക്കുകയാണ്. അയ്യൻ്റെ സ്വർണത്തിൻ്റെ അംശം ജയറാം പറ്റിയിട്ടുണ്ടോ? ഇതിനു പിന്നിൽ സാമ്പത്തിക ഇടപാടുകൾ നടൻ നടത്തിയിട്ടുണ്ടോ? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ED അടുത്ത ആഴ്ചത്തേക്ക് ജയറാമിനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ V. സുഭാഷ് ചന്ദ്രബോസ്. ജയറാം അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്ന ഒരാളാണ്. കാരണം ജയറാം അത്ര ഒരു നിഷ്കാമ കർമ്മിയല്ല. 40 വർഷമായി അദ്ദേഹം ശബരിമലയിൽ പോകുന്ന ആളാണ്. ബ്രാഹ്മണനാണ്. ശബരിമലയിൽ തന്ത്രിയുമായും പോറ്റിമാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ ചലനവും അറിയാൻ സാധ്യതയുള്ളൊരു മനുഷ്യനാണ്. വിശ്വാസിയാണ്. ശബരിമല പോകുന്ന ആൾ. അപ്പോൾ നല്ല കണക്ഷൻസ് ഉണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത് ED നോട്ടീസ് കൊടുക്കണമെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മണി ലോണ്ടറിങ്, മണി കറപ്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് അനധികൃതമായ സ്വത്ത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ED ചോദ്യം ചെയ്യുള്ളൂ. അപ്പോൾ ജയറാമിനെ പോലെയുള്ള ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ആളിന് ED നോട്ടീസ് കൊടുക്കണമെങ്കിൽ സംതിങ് റോങ് സംവെയർ, എവിടെയോ എന്തോ ഒരു ശകലം കുഴപ്പമുണ്ട്. അതെവിടെ എന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ് EDയുടെ ജോലി. അതുകൊണ്ട് ED ജയറാമിന് കൊടുത്തിരിക്കുന്ന നോട്ടീസ് വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. മാത്രമല്ല ED 13 പേര്, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 13 പേരുണ്ടല്ലോ, 13-ൽ 3 പേര് ഇറങ്ങി 10 പേരുണ്ട്. അതായത് ആ ലിസ്റ്റിലുള്ളവർ, മുരാരി ബാബു മുതൽ പത്മകുമാർ വരെ ലിസ്റ്റിലുള്ള അവർക്ക് പുറമെ ഒരു 10 പേർക്ക് കൂടി എന്ത് കൊടുത്തിട്ടുണ്ട്? നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. 23 പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പേരെ SIT ഇപ്പോൾ അഡീഷണലായിട്ട് ഇന്നലെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അജ്ഞാതമായി നിൽക്കുന്നത് തൊണ്ടി മുതൽ എവിടെ എന്നുള്ളതാണ്. പ്രധാന കള്ളന്മാരെ പിടിച്ചിട്ടും തൊണ്ടി മുതൽ കിട്ടുന്നില്ല. അപ്പോൾ ഇനി ജയറാമിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ സ്വർണം കിട്ടിയിട്ടുണ്ടോ? കാരണം ഈ പണം ഇടപാട് വേറെ വിഷയം, പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള വേറെ വിഷയം. സ്വർണത്തിൻ്റെ അംശം കിട്ടിയിട്ടുണ്ടോ ഏത് രൂപത്തിലെങ്കിലും, തൻ്റെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ശരീരത്തിലോ എവിടെയെങ്കിലും സ്വർണത്തിൻ്റെ അംശം കിട്ടിയിട്ടുണ്ടോ എന്ന് കൂടി കണ്ടുപിടിക്കുന്ന ലൈനിലേക്ക് ഇത് നീങ്ങണം. എങ്കിലേ ഇതിൻ്റെ ഒരു അർത്ഥമുള്ളൂ. അല്ല പണം മാത്രം കൊണ്ട് നീങ്ങത്തില്ല. പിന്നെ ശബരിമലയിൽ വീണ്ടും വിഷയങ്ങൾ വരെയല്ലേ. ദിവസക്കൂലിക്കാർ 650 കൂലി ജോലി ചെയ്യുന്നവർ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെയാണ് മാസം വീട്ടിൽ അയക്കുന്നത്. അതങ്ങനെ അയക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥിതിയിലേക്കാണ് ശബരിമല പോയിക്കൊണ്ടത്. അപ്പോൾ ജയറാം തീർച്ചയായിട്ടും ജയറാമിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. അതിന് ED ചോദ്യം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുമെന്നുള്ളത് കാര്യം സെലിബ്രിറ്റിയൊക്കെ ആയതുകൊണ്ടാണ്. സാധാരണ ആളായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അറസ്റ്റ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയേനെ. ഈ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം ED ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. തീർച്ചയായിട്ടും EDയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ഇടപെടാൻ പറ്റുള്ളൂ. മോഷ്ടിച്ച കേസ് EDക്ക് അന്വേഷിക്കാൻ പറ്റത്തില്ല. ക്രിമിനൽ കേസ്, സിവിൽ കേസൊന്നും EDക്ക് അന്വേഷിക്കാൻ പറ്റില്ല. ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. അവർ അനധികൃതമായ സ്വത്തുണ്ടായിരിക്കണം. ഒരാളിന് വരവിൽ കവിഞ്ഞ സ്വത്ത് ബാങ്കിലോ അല്ലാതെ വീട്ടിലോ ഒക്കെ ഉണ്ടാവണം. സ്വർണം അങ്ങനത്തെ ഉണ്ടാവണം. 2, അഴിമതിയിലൂടെ ആയിരിക്കണം ഈ പൈസ ഉണ്ടാക്കിയത്. അനധികൃതമാണ്, കിട്ടിക്കൂടാത്ത. അങ്ങനെ 3-4 മേഖലയിലുള്ള പൈസ ഉണ്ടെങ്കിലാണ് ED കൈവയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജയറാമിൻ്റെ കേസിൽ ED നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേതോ ഒരു ലിങ്കോ ത്രെഡോ കിട്ടിയിട്ടുണ്ട് EDക്ക്. അതെന്താണെന്ന് ED പറയേണ്ടതാണ്, നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ജയറാമൻ വേറെ പ്രശ്നമാണ്. ഇപ്പം മണിയമ്പിള്ള രാജു, ജയറാം, ഈ ടീമെല്ലാം കണക്കാണ്. മണിയമ്പിള്ള രാജു വന്ന് പച്ചയ്ക്ക് നുണ പറയുന്നുണ്ടല്ലേ ഈ ചാനലിലൊക്കെ വന്നിട്ട്. നിങ്ങളോ ഞാനോ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഗണേഷ് ഇതിനു മുമ്പ് എന്ത് ചെയ്തേനെ? ലൈസൻസ് ക്യാൻസൽ ചെയ്തേനെ. 24 മണിക്കൂറിനകത്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്തേനെ. അതിൻ്റെ പേരിൽ റീൽ ഇറക്കി ഒരു ബൈറ്റൊക്കെ കൊടുത്ത് ഇവിടെ കിടന്ന് ഞെളിഞ്ഞേനെ, ഞാൻ എന്താ ചെയ്തില്ലേന്ന്. ഇനി സമ്പന്നനായിരുന്നെങ്കിലും ചെയ്തേനെ. പക്ഷേ ഇത് ചെയ്തില്ല. മണിയമ്പിള്ള രാജുവിൻ്റെ പേരിൽ എന്താ ചെയ്യാത്തത്? ഇനി വേറെ കാര്യമാണ്, ഞാൻ സാന്ദർഭികമായി പറയട്ടെ. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പോയി മറുനാടൻ തന്നെ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്, നിങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു വീഡിയോ.
ഒരു 10 മണിക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന VIP-കളുടെയും പ്രധാനപ്പെട്ട ആളുകളുടെയും കാറുകൾ ആരാണ് ഓടിക്കുന്നത്? അവർ മദ്യപിച്ചിട്ടല്ലേ പുറത്ത് പോകുന്നത്? അവിടെ നിന്ന് മദ്യപിക്കും, അവർ കാർ ഓടിച്ച് പോകും. ആക്സിഡൻറ്റ് ഉണ്ടാകുന്നില്ല പറയാം. ബ്രീത്ത് അനലൈസർ എന്തുകൊണ്ട് ഗണേഷ് അവിടെ വയ്ക്കുന്നില്ല? ഇത് സമ്പന്നനുള്ളതാണോ ഈ രാജ്യം, അതോ എല്ലാവർക്കും ഉള്ളതാണോ ഭരണഘടന? നമ്മൾ മുട്ടിന് ഭരണഘടനയെക്കുറിച്ച് വിളിക്കുമല്ലോ. ട്രിവാൻഡ്രം ക്ലബ്ബ് പോലെ തന്നെ ടെന്നീസ് ക്ലബ്ബ് ഇപ്പോഴും പാട്ടം അടച്ചിട്ടില്ല എന്നാണ് കേസ് കിടക്കുകയാണ്. കേസ് കൊടുക്കാൻ എളുപ്പമല്ലേ. വനിതാ ഒരു വിമൻസ് ക്ലബ്ബുണ്ട് അവിടെ, അവരും ഇതെല്ലാം ഏതോ കാലത്ത് ഗവൺമെൻറ് കുറച്ച് കാലത്തേക്ക് ലീസിന് കൊടുക്കുന്നു, പാട്ടും അടയ്ക്കില്ല, തിരിച്ചും കൊടുക്കില്ല. ഒരു ഹുങ്കാണ് ഈ ഹുങ്കാണ്. മണിയമ്പിള്ള രാജു എന്നിട്ട് പച്ചയ്ക്ക് കള്ളം പറഞ്ഞ് രാത്രി സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് വേറെ ഒക്കെ കോംപ്ലിക്കേഷനാക്കി ആ കേസിനെ. SHO വിളിച്ചെന്നൊക്കെ പറഞ്ഞ് SHO പറഞ്ഞ് അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കോംപ്ലിക്കേഷനാക്കി. അതിൻ്റെ വേറെ രൂപമാണ് ആര്? ജയറാം. ഞാൻ സാന്ദർഭമായിട്ട് പറഞ്ഞു, ജയറാം പച്ച നുണയാണ് പറയുന്നത് ചാനലിൽ വന്നിട്ട്. അതുവഴി പോയപ്പോൾ, ഏത് വഴി? മദ്രാസ് വഴി പോയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് അടൂർ പ്രകാശം പറഞ്ഞ് അങ്ങനെയാണ്. അവിടെ വന്നിട്ട് എന്നെ വിളിച്ചു 2 മണിക്കൂറിനകത്ത് വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതുവഴി പോയപ്പോൾ എന്നെ വന്ന് ഫോൺ ചെയ്തു. അപ്പോൾ ഇതാ സാക്ഷാൽ അയ്യപ്പൻ എന്നെ വിളിക്കുന്നു, അയ്യപ്പൻ വിളിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് അയ്യപ്പ എന്ന് ചോദിച്ചു. അയ്യപ്പൻ പറഞ്ഞു നിൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാതെ, ഞാൻ ഇങ്ങനെ കുറച്ച് സാധനം എൻ്റെ ഇരിക്കണം അവിടെ വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അയ്യപ്പൻ വിളിച്ചതില്ലെന്ന് വെച്ചാൽ കണ്ണടച്ച് വന്നപ്പോൾ പോറ്റിയെ, അയ്യപ്പനെ ചെയ്യുന്ന പൂജകളെല്ലാം ആർക്ക് ചെയ്ത്? പോറ്റിക്ക് ചെയ്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെയ്ത് പോറ്റി കൊണ്ടുവച്ചു. ഉടൻ തന്നെ അയ്യപ്പൻ ആരെയൊക്കെ വിളിക്കണമെന്ന് അറിഞ്ഞിടത്തുകൊണ്ട് പിന്നെ വീരമണിയെ വിളിച്ചു. പിന്നെ ചെന്നൈയിൽ കിട്ടുന്ന ആളുകളെയൊക്കെ വിളിച്ചു. അയ്യപ്പൻ വീട്ടിൽ വരെയാണ്, നിങ്ങൾ വരാൻ പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് പേര് വന്നു, ഇരുന്ന് പൂജ നടത്തി പോയി. എത്ര ഒരു നിസ്സാരമായിട്ടാണ് പുള്ളി കള്ളം പറയുന്നത്. അതെങ്ങനെ കഴിയുന്നു ഒരു മനുഷ്യന്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ പോകാൻ പറ്റുമോ? പാപമെന്ന് പറയുന്നത് ബ്രാഹ്മണ ശാപം, ബ്രാഹ്മണന് ശാപമുണ്ട്, ബ്രാഹ്മണന് കിട്ടുന്ന ശാപമുണ്ട്. അത് പുനർജന്മം, പിന്നെ അതുപോലെ തന്നെ കർമ്മശുദ്ധി, പാപം, മോക്ഷം, ഇതെല്ലാം നന്നായി പഠിച്ചിട്ടുള്ള ആളാരാണ്? പിന്നെ ജയറാം. നമ്മളെപ്പോലെ അല്ല, നമ്മളൊന്നും അത്ര പഠിച്ചിട്ടില്ല, ഇവർ നന്നായി ഇത് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഈ ശാപം എവിടെ കൊണ്ടാണ് വയ്ക്കുന്നത്? എത്ര തലമുറ പോകും ഈ ശാപം? അപ്പം വളരെ ഗുരുതരമായ, അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ് ജയറാം ചെന്നപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ജയറാം ഇതിൻ്റെ ഒരു തുടക്ക സമയത്ത് തന്നെ ഇങ്ങനൊരു കേസൊക്കെ വന്നപ്പോൾ തുടക്ക സമയത്ത് ജയറാം ശുദ്ധനായിരുന്നെങ്കിൽ പോലീസിൽ വിളിച്ച് പറയണമായിരുന്നു, എൻ്റെ വീട്ടിലും ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് കറക്റ്റ് ചെയ്യണമായിരുന്നു. ഇതല്ലാതെ ഓരോ കാര്യം കണ്ടെത്തി ഉദ്യോഗസ്ഥർ കണ്ടെത്തി ചെല്ലുമ്പോൾ പച്ചയ്ക്ക് കള്ളം പറയുക. ഇന്നലെ പറഞ്ഞത് പല ചാനലിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഒന്നെടുത്തൊന്നൊരു സീക്വൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതല്ല പിന്നെ പറയുന്നതല്ല അടുത്ത് പറയുന്നത്. അങ്ങനെ കള്ളം പറയുക, എന്നിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് അടിക്കുക. ഇപ്പോൾ അതാ ED എല്ലാം കൊണ്ടുപോവുകയാണ്. എന്തായാലും അനധികൃതമായി സാമ്പത്തിക ഇടപാടുകളും മറ്റും നടത്തിയാലാണ് ഇത്തരത്തിൽ ED നോട്ടീസ് അയക്കുക, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയറാം ഇപ്പോൾ അത്തരത്തിലൊരു മുൾമുനയിലാണ്, അല്ലെങ്കിൽ ചോദ്യമുനയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജയറാമിന് ED നിലവിലിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടും ജയറാമിന് എത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടാണ് നടത്തിയത്, ഏത് തരത്തിലുള്ള ഇടപാടുകളാണ് നടത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വ്യക്തമാകുന്നതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.